ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ശ്രീ പൂർണ്ണ ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് തോട്ട്സ് ആണ്. രണ്ടാമതായി ഒരു കാർഡ് എടുക്കാം. രണ്ടാമതായി ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇനി അവസാനമായി ഒരു കാർഡ് കൂടി എടുക്കാം. നമുക്കിവിടെ ലാസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ദി വേൾഡ് കാർഡാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ആദ്യം ലഭിച്ചത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ തുറന്നു പറയണം എന്നൊരു തോന്നലുണ്ടാകാം. അവർ നിങ്ങളുമായി ഒരു വ്യക്തതയുള്ള സംഭാഷണം ആഗ്രഹിക്കുന്നതായാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷെ അവരുടെ സംസാര ശൈലി ഒരു പെട്ടെന്നുള്ളത് ആയിരിക്കാം. അതൊരു തെറ്റിദ്ധാരണയ്ക്ക് കാരണം ആകും എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. പിന്നീട് വന്ന 4 ഓഫ് പെന്റക്കിൾസ് നിന്ന് മനസ്സിലാകുന്നത് ഈ വ്യക്തി ഇപ്പോഴും അവരുടെ വികാരങ്ങൾ പൂർണ്ണമായും തുറന്ന് കാണിക്കുന്നില്ല. അവർ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്കുള്ളിൽ ഉള്ളതായി മനസ്സിലാക്കാം. അവസാനം ലഭിച്ചത് വേൾഡ് കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കാർഡാണ് ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു എനർജി ഉള്ള കാർഡ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പ്രധാന ചക്രം അവസാനിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയോ ചെയ്യുന്നു എന്നതാണ്. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയിൽ എത്തണം എന്നതായിരിക്കും. അതായത് പഴയ തെറ്റിദ്ധാരണകൾ, കൺഫ്യൂഷൻസ് ഇതെല്ലാം മാറി പൂർത്തിയാക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ച് ഒരു പുതിയ അധ്യായത്തിലേക്ക് എത്തണം എന്നതാണ് അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഏഞ്ചൽ നമ്പർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകാനായിട്ട് ടൈപ്പ് ചെയ്യാം. ഏഞ്ചൽ നമ്പർ 2222. പേഴ്സണൽ റീഡിങ്ങിനായി മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.